ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലിമിറ്റ്ലെസ് സൺഷൈൻ. എൻ്റെ പ്രഗ്നൻസി ജേർണിയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട, ഞാൻ വളരെ ബെനിഫിഷ്യലായിട്ട് കൺസ്യൂം ചെയ്ത ഒരു മുരിങ്ങ ചട്നിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. മുരിങ്ങ ഒരു സൂപ്പർ ഫുഡാണ്. അതിൽ ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്നു. ലാക്ടേറ്റിംഗ് വുമൺ ആണെങ്കിൽ മുലപ്പാലിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കാറുണ്ട്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫുഡാണിത്. ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് വെച്ച് ഒരുപാട് കൺസ്യൂം ചെയ്യാനും പാടില്ല. എന്തായാലും ലിമിറ്റഡ് എമൗണ്ടിൽ മാത്രമേ കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ. ഇന്ന് ഈ മുരിങ്ങ ചട്നി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഞാൻ കുറച്ച് മുരിങ്ങ ഇല കഴുകി വൃത്തിയാക്കി ജസ്റ്റ് ഒന്ന് സണ്ണിൽ ഡ്രൈ ചെയ്ത് വെയിലത്ത് ഉണക്കി എടുത്തിട്ട്, ഒരുപാടൊന്നും ഉണക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതിൻ്റെ ആ ഒരു വെള്ളം നനവ് മാറുന്ന രീതിക്ക് ഉണക്കിയെടുത്തിട്ട് നമുക്ക് കനമുള്ളൊരു പാന് വയ്ക്കുക. ആ കനമുള്ള പാന് ഇരുമ്പിൻ്റെ കടായി ആണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇല്ല, ഇരുമ്പിൻ്റെ കടായി അവൈലബിൾ അല്ലെങ്കിൽ കുറച്ച് കനമുള്ള പാൻ ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. അതിലേക്ക് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഓയിലോ യൂസ് ചെയ്യാം. ആദ്യമായിട്ട് അതിലൊരു ചെറിയ കായം ആഡ് ചെയ്യണം. കായത്തിൻ്റെ പീസാണ് നല്ലത്. കായപ്പൊടിയേക്കാൾ ഫ്ലേവർ കൊടുക്കുന്നത് കായത്തിൻ്റെ പീസാണ്. അതിനൊന്ന് ഒരു 1-2 മിനിറ്റ് എണ്ണയിൽ പൊരിച്ചെടുക്കുക. ആ പൊരിച്ചെടുക്കുന്നത് കാരണം നമ്മളിപ്പോൾ അത് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ പെർഫെക്റ്റ്ലി ബ്ലെൻഡായിട്ട് നമുക്ക് കിട്ടും. കായപ്പൊടി ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ കായം ആണ് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. ഇങ്ങനെ ചേർക്കുന്നത് ഒരു പ്രത്യേക ഫ്ലേവർ തരുന്നതാണ്. അതിനുശേഷം ഒരു 10 വറ്റൽമുളക്, അത് നമ്മുടെ എരിവിനനുസരിച്ച് ഇടുക. വറ്റൽമുളകിനോടൊപ്പം തന്നെ കുറച്ച് കടലപ്പരിപ്പും കൂടെ ആഡ് ചെയ്യാം. ഇത് രണ്ടും ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. 1/2 കപ്പ് കടലപ്പരിപ്പാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം കറിവേപ്പിലയും മുരിങ്ങയിലയും ആഡ് ചെയ്യാം. ആദ്യം ആഡ് ചെയ്യേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ആഡ് ചെയ്യാം. മുരിങ്ങയിലയുടെയും കേസ് അത് തന്നെയാണ്. മുരിങ്ങയില ഒരുപാട് ആഡ് ചെയ്താൽ ഒരു ചെറിയ കയ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മുരിങ്ങയില കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്താൽ മതി. നിങ്ങളുടെ ഒരു ലൈക്കിംഗ് അനുസരിച്ച് ആഡ് ചെയ്തിട്ട് നിങ്ങൾ പിന്നീട് ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. എൻ്റെ കേസിൽ എനിക്ക് മുരിങ്ങയില ആണ് കൂടുതൽ ബെനിഫിഷ്യൽ. അത് കുറച്ചുകൂടി ഉണ്ടെങ്കിൽ നല്ലത് എന്ന് തോന്നിയിട്ട് ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ കൂടിയാണ്. അതിനു വേണ്ടി ഞാൻ കുറച്ച് കൂടുതൽ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും മുരിങ്ങയിലയൊക്കെ വീട്ടിൽ നിന്ന് കിട്ടുന്നതന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഉണങ്ങി ഒരു 5 മിനിറ്റ് നമ്മൾ വഴറ്റിയെടുക്കുമ്പോഴേക്കും ഉണങ്ങി മുരിങ്ങയിലയൊക്കെ പൊടിഞ്ഞു തുടങ്ങും. അത് നമുക്ക് പൊടിഞ്ഞു തുടങ്ങുന്നത് നോക്കാൻ പറ്റും. അത് നോക്കിയ ശേഷം ചെറിയ നാരങ്ങ വലുപ്പമുള്ള പുളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ചൂടോടുകൂടി പുളിയും കൂടെ ആയിട്ട് നമ്മൾ അരയ്ക്കുമ്പോൾ അത് നല്ലപോലെ അരഞ്ഞു കിട്ടും. അതിനാണ് ഇതിലോട്ട് തന്നെ പുളി ആഡ് ചെയ്യുന്നത്, ചൂടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പുളി ആഡ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇത് കുറച്ച് നേരം അവിടെ ഇരുന്നോട്ടെ. ആ സമയം നമുക്ക് സെയിം പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ എത്ര നല്ലപോലെ വറുക്കാൻ പറ്റുമോ അത്രയും നാളിത് സ്റ്റേ ചെയ്യും, ലോങ് ആയിട്ട് ഫ്രഷ് ആയിട്ട് സ്റ്റേ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് എവിടെയെങ്കിലും ദൂരെയൊക്കെ കൊണ്ടുപോയിട്ട് കൺസ്യൂം ചെയ്യേണ്ടതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലപോലെ തേങ്ങ വറുത്തെടുക്കാവുന്നതാണ്. ഇനി തേങ്ങ നല്ലപോലെ വറുത്തെടുത്ത ശേഷം ഈ വറുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും ബാക്കി എല്ലാം കൂടെ ഒരുമിച്ച് അതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വറുക്കുക. 2 മിനിറ്റ്സ് എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് തണുത്ത ശേഷം, തണുക്കാൻ വേണ്ടി കുറച്ച് നേരം അടച്ചു വയ്ക്കുക. എന്നിട്ട് തണുത്ത ശേഷം നമുക്കതിനെ ഒരു ജാറിലേക്ക് മാറ്റിയിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ബ്ലെൻഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ചട്നി പൗഡറായിട്ടും എടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ അപ്പോഴത്തേക്ക് കൺസ്യൂം ചെയ്യാൻ ചട്നി ആണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് അരയ്ക്കാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് ചട്നി പൗഡറാണ് ആവശ്യം, അതുകൊണ്ട് ഞാൻ ചട്നി ആക്കിയാണ് എടുക്കുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതും 2 രീതിക്ക് അരച്ചെടുക്കാവുന്നതാണ്. കുറച്ച് ക്രഞ്ചിനെസ് വേണമെങ്കിൽ ക്രഷ് ഒരുപാട് ചെയ്യാണ്ട് കംപ്ലീറ്റ്ലി ബ്ലെൻഡ് ചെയ്യാണ്ട് ഒരു ക്രഞ്ചി ഫീലിങ്ങിൽ നമുക്ക് അരച്ച് തീർക്കാവുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞതുപോലെ മുരിങ്ങയില ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയെടുക്കാം. മുരിങ്ങയില കൂടുന്തോറും കയ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ ഒരു കാര്യത്തിന് നല്ല ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
ലഞ്ച് കഴിക്കുന്ന സമയത്തോ ഡിന്നർ കഴിക്കുന്ന സമയത്തോ ചോറിൻ്റെ കൂട്ടത്തിൽ 1 സ്പൂണോ 2 സ്പൂണോ എടുത്ത് കൺസ്യൂം ചെയ്യാവുന്നതാണ്. എന്ത് സൂപ്പർ ഫുഡാണെങ്കിലും എല്ലാ കാര്യവും ലിമിറ്റഡ് അളവിൽ കൺസ്യൂം ചെയ്യുന്നതാണ് നമ്മുടെ ബോഡിക്ക് നല്ലത്. ഒന്നും അധികമാകാൻ പാടില്ല. മുരിങ്ങയുടെ ബെനിഫിറ്റ്സ് എടുത്തു പറയുകയാണെങ്കിൽ പ്രഗ്നൻറ്റ് വിമൻസിന് അയൺ, ഫോളേറ്റ്, കാൽഷ്യം പോലുള്ള മിനറൽസ് തരാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ലാക്ടേറ്റിംഗ് വുമൺ ആണെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഗാലക്ടഗോഗാണ്. അത് മിൽക്ക് സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പോസ്റ്റ്പാർട്ടത്തിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ റിപ്ലനിഷ് ചെയ്യുന്നുണ്ട്. എക്സോഷൻ തടയുന്നു. നമുക്ക് കിട്ടുന്ന മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റിയും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഹെയർ, സ്കിന്ന് പോലുള്ള കാര്യങ്ങൾ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ബോഡിയിലുള്ള ന്യൂട്രിയൻസ് ആണല്ലോ കുട്ടിക്ക് വേണ്ടി യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിലെ ന്യൂട്രിയൻസ് നമ്മൾ റിപ്ലനിഷ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതല്ലാണ്ട് ബാക്കിയുള്ള എല്ലാവർക്കും ഈ മുരിങ്ങ കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. ഇൻഫ്ലമേഷൻ തടയാനും, ബ്ലഡ് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാനും, കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാനും, ആൻറ്റി ഓക്സിഡൻസിനും പല വൈറ്റമിൻസിനും ഒക്കെ ഇതൊരുപാട് യൂസാകും. ഹാർട്ട് ഹെൽത്തിന്, സ്കിന്ന്, ഹെയർ ഹെൽത്തിനൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എന്തും അധികമായാൽ വിഷമാണ്. സോ ടേക്ക് കെയർ. Thank you for watching. Please subscribe, like, share and comment. Thank you.